പശ്ചിമേഷ്യയിൽ നിന്ന് ഉയരുന്നത് വെറും ഒരു യുദ്ധത്തിന്റെ ശബ്ദമല്ല, അത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നിലവിളിയാണ്. ആരാണ് ഈ വിനാശത്തിന് ഉത്തരവാദി? പല ഭാഗത്തു നിന്നും ആ ചോദ്യം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പലരും അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പറയുന്നുമുണ്ട്. അക്കൂട്ടത്തിൽ പ്രമുഖ ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ ഈ വിഷയത്തിൽ പറഞ്ഞ നിലപാടുകൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് തിരികൊളുത്തിയ 3 പ്രധാന നേതാക്കളെ വിലയിരുത്തുകയാണ് ഗുഹ. ഇറാനിലെ അലി ഖൊമേനി, ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹു, അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ്. ഈ 3 പേരിൽ ആരാണ് വലിയ അപകടകാരി? നമുക്ക് നോക്കാം. ആദ്യം അന്തരിച്ച ഇറാൻ നേതാവ് അലി ഖൊമേനിയിൽ നിന്നും തുടങ്ങാം. ബോംബുകൾ വീഴുമ്പോൾ ഒളിച്ചോടാതെ മരണം വരിക്കാൻ കാണിച്ച ധൈര്യം ചിലരെയെങ്കിലും ഖൊമേനിയെ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ നായകനായി കാണാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഗുഹ പറയുന്നത് മറ്റൊന്നാണ്. മരിക്കുന്ന സമയത്തെ ധൈര്യം കൊണ്ട് ജീവിച്ചിരുന്ന കാലത്തെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ മറച്ചു വയ്ക്കാൻ കഴിയില്ല. പരമോന്നത നേതാവെന്ന നിലയിൽ ഖൊമേനിക്ക് മുന്നിൽ 3 വഴികളുണ്ടായിരുന്നു. ഒന്ന്, ജനങ്ങളുടെ ജനാധിപത്യപരമായ ആഗ്രഹങ്ങളെ മാനിച്ച് ഒരു സ്വതന്ത്ര സമൂഹം കെട്ടിപ്പടുക്കുക. 2, സിംഗപ്പൂർ മോഡൽ ജനാധിപത്യമല്ലെങ്കിലും വലിയ സാമ്പത്തിക വളർച്ച കൈവരിക്കുക. എന്നാൽ അദ്ദേഹം തിരഞ്ഞെടുത്ത 3ാമത്തെ പാതയാണ്. അത്യന്തം ക്രൂരമായ അടിച്ചമർത്തലും വിദേശ രാജ്യങ്ങളിലെ അനാവശ്യ ഇടപെടലുകളും. എണ്ണസമ്പത്തും മികച്ച വിദ്യാഭ്യാസമുള്ള ജനതയും ഉണ്ടായിട്ടും ഖൊമേനി ഇറാനെ ഒരു ഏകാധിപത്യ മതാധിപത്യത്തിലേക്ക് തള്ളിവിട്ടു. സ്വന്തം രാജ്യത്തെ സ്ത്രീകളെ അടിച്ചമർത്തി. ലെബനനിലും യമനിലും സിറിയയിലും തീവ്രവാദി ഗ്രൂപ്പുകളെ വളർത്താൻ ഇറാൻ പണമൊഴുക്കി. ഇസ്രായേലിന് മരണം എന്ന മുദ്രാവാക്യം വിളിക്കുമ്പോഴും തകർന്നത് സാധാരണക്കാരായ ഇറാനികളുടെ ജീവിതമായിരുന്നു എന്ന് ഗുഹ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിലേക്ക് വരാം. ഗുഹയുടെ നിരീക്ഷണത്തിൽ ഖൊമേനിയേക്കാൾ എത്രയോ മടങ്ങ് അപകടകാരിയാണ് നെതന്യാഹു. തീവ്ര സയനിസ്റ്റ് ആദർശമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. പലസ്തീൻ എന്നൊരു രാജ്യം തന്നെ ഉണ്ടാകരുത് എന്ന് ഉറപ്പിക്കാൻ അദ്ദേഹം വെസ്റ്റ് ബാങ്കിൽ നിയമവിരുദ്ധമായ കുടിയേറ്റങ്ങൾ നടത്തി. രസകരമായ വസ്തുത, ഒരിക്കൽ പലസ്തീൻ അതോറിറ്റിയെ തകർക്കാൻ അദ്ദേഹം ഹമാസിനെ പോലും പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നതാണ്. എന്നാൽ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം അദ്ദേഹം അതിക്രൂരമായാണ് പ്രതികരിച്ചത്. 75,000-ലധികം സാധാരണക്കാരെയാണ് നെതന്യാഹുവിന്റെ സൈന്യം കൊന്നൊടുക്കിയത്. 1 ദശലക്ഷത്തിലധികം ആളുകൾ ഭവനരഹിതരായി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെ ഒരു യുദ്ധ കുറ്റവാളിയായിട്ടാണ് കാണുന്നത്. അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും അധികാരം നിലനിർത്താനുമുള്ള ഒരു വഴി മാത്രമാണ് നെതന്യാഹുവിന് ഈ യുദ്ധം എന്നുകൂടി ഗുഹ അഭിപ്രായപ്പെടുന്നു. സ്വന്തം ജയിൽവാസം ഒഴിവാക്കാൻ ഒരു ജനതയെ മുഴുവൻ അദ്ദേഹം കൊന്നൊടുക്കുന്നു. 3ാമത്തെ ആൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖൊമേനിക്കും നെതന്യാഹുവിനും ചില രാഷ്ട്രീയ ആദർശങ്ങളുണ്ടെങ്കിൽ ട്രംപിന് അങ്ങനെയൊന്നില്ല എന്ന് ഗുഹ പറയുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വ്യക്തിജീവിതത്തിൽ എല്ലാ ദൈവകൽപ്പനകളെയും ലംഘിച്ചു. യുദ്ധവിരുദ്ധൻ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹം രാജ്യങ്ങളെ ബോംബിട്ട് നശിപ്പിച്ചു. യാതൊരു പ്രകോപനവുമില്ലാതെ ഇറാനെ ആക്രമിച്ചതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഗുഹ ചില സാധ്യതകൾ നിരത്തുന്നുണ്ട്. 1, ഒബാമ ബിൻ ലാദനെ കൊന്നെങ്കിൽ താൻ അതിലും വലിയ ആളെ കൊന്നു എന്ന് കാണിക്കാനുള്ള ശ്രമം. 2, ഗാസയിൽ കടൽ തീര റിസോർട്ടുകൾ പണിത് കോടികൾ സമ്പാദിക്കാനുള്ള ലാഭക്കൊതി. 3, എപ്സ്റ്റീൻ ഫയലുകൾ പോലുള്ള വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രം. കാരണം എന്തായാലും ട്രംപിന്റെ അഹങ്കാരവും അത്യാഗ്രഹവും കാരണം ലക്ഷക്കണക്കിന് ഇറാനികളും ലെബനൻ ജനതയുമാണ് ഇന്ന് തെരുവിലായത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ തന്റെ തന്നിഷ്ടത്തിനു വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നു. രാമചന്ദ്ര ഗുഹ തന്റെ വിശകലനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ 3 നേതാക്കളിൽ ഒരാൾ പോലും നല്ല മനുഷ്യരല്ല. എല്ലാവരും അധികാരത്തിനു വേണ്ടി കൊലവിളികൾ നടത്തുന്നവരാണ്. പക്ഷെ ഇവരെ ഒരേപോലെ കാണാൻ ഗുഹ തയ്യാറല്ല. ഇറാൻ ഒരു നിരപരാധിയായ ഇരയല്ലാതിരിക്കാം. എന്നാൽ ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്ന കുറ്റത്തിന്റെ തോത് വളരെ വലുതാണ്. കാരണം ലളിതമാണ്. ഇറാന്റെ വക്കലുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമുണ്ട്. അത് നിസ്സഹായരായ മനുഷ്യർക്ക് മേൽ പ്രയോഗിക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ കൈവശമുള്ള അധികാരവും ആയുധബലവും വെച്ച് നോക്കുമ്പോൾ നെതന്യാഹുവും ട്രംപുമാണ് ലോകത്തിനു മുന്നിൽ ഏറ്റവും വലിയ ഭീഷണികൾ.